ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണെന്ന് വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മളുടെ ആ മൂന്നാറിലൊരു ബസ്സിൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നില്ലേ? അവിടെയുള്ള കുറച്ച് ആളുകൾ ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കേസ് അവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 5-8 വീഡിയോസായി ഞാൻ കാണുന്നത് പലരും ചെയ്യണം. നിങ്ങളാരും ദയവ് ചെയ്ത് മൂന്നാറിലേക്ക് പോകരുത്. മൂന്നാറിൽ ഇങ്ങനെയുള്ള ഗുണ്ടകളുടെ വിളയാട്ടമാണ്, അവിടെ ഗുണ്ടകളും കൊള്ളക്കാരും മാത്രം ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് അങ്ങോട്ട്. അതായത് മൂന്നാറിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞിട്ടാണ് അവരെ വീഡിയോ ചെയ്യണം. അവർ വാഗമണ്ണിലേക്ക് പോകുന്നു, മൂന്നാർ ക്യാൻസൽ ചെയ്തു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്നേ, നിങ്ങൾ വാഗമണ്ണിലേക്ക് പോയിക്കോ, ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ, നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് വൈറലാകുമ്പോൾ ഇത് നമ്മൾ മലയാളികൾ മാത്രമല്ല കേട്ടോ ഇത് കാണണം. ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്, ഈ കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തേക്ക് ഈ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ സംഭവിക്കാൻ പോണെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് നമ്മുടെ ടൂറിസം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മൂന്നാർ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് മൂന്നാർ. ആ മൂന്നാറേക്കാണ് നിങ്ങൾ പോകണ്ട, അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് പ്രചരിപ്പിക്കാതിരിക്കുക. സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും ആ കേസ് അന്വേഷണം നടക്കുന്നത് മനസ്സിലാക്കട്ടെ. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അതിൽ കേസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളായതുകൊണ്ടാണ് അത് കേസ് എടുത്തത്, അത് ഓക്കെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വണ്ടികൾ ആ പ്രദേശത്തേക്ക് പോയതാണ്. എന്തുകൊണ്ട് ആ വണ്ടിയിലെ ആളുകൾക്ക് മാത്രം മർദ്ദനമേറ്റു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബാക്കിയുള്ള വണ്ടിക്കാരെല്ലാം അവിടെ പോയ അവരെയും, അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെയും ഈ പറഞ്ഞവർ വടിയും കുറുവടിയൊക്കെ ആയിട്ട് ആക്രമിക്കണ്ടേ? അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയേക്കണത്, നമ്മളുടെ 2 കൈയും കൂട്ടി അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം, ഒരെണ്ണം അവരുടെ കൈ, ഒന്ന് നമ്മുടെ കൈ, ഇത് രണ്ടും കൂടി കൂട്ടി മുട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളത് കൂട്ടിമുട്ടാതെ നമ്മുടെ കൈ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഒതുക്കി വെക്കുക. അപ്പോൾ അവിടെ ഉള്ള ലോക്കലിലുള്ള ആളുകൾ എല്ലാം അവർ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ അവിടെ ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവിടെ നിന്ന് പറയണ ചേട്ടാ, അവിടെ പാർക്ക് ചെയ്യൽ, അവിടെ നിർത്തി വണ്ടി ആളെ ഇറക്കൽ, കുറച്ചും കൂടി കയറ്റി നിർത്തി വണ്ടി ആളെ ഇറക്കൂ, സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നൊക്കെ അവർ പറയണത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ അവരുടെ സംസാര രീതി പലർക്കും ഇഷ്ടപ്പെടുന്നവരില്ല, ചിലരുടെയൊക്കെ സംസാര രീതി. അതാണ് നമ്മളുടെ അവിടുത്തെ വിഷയം. സംസാര രീതി, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കാണാൻ പോയ സ്ഥലം മാന്യമായിട്ട് കണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലേ. പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഡ്രൈവർമാർ ഒരു കാരണവശാലും നമ്മളോടായിരിക്കും ആദ്യം ഇവർ റിക്വസ്റ്റ് ചെയ്യണം പറയുന്നത്. അപ്പോൾ അവരോട് മാന്യമായിട്ട് സംസാരിക്കുക. ചേട്ടാ, ഇപ്പോൾ വണ്ടി നിർത്തി ആളിറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ പറയാം, ചേട്ടാ ആളിറങ്ങിക്കൊണ്ടിരിക്കണേ, അത് കഴിഞ്ഞ് മാറ്റിക്കോളാം, അത് പറഞ്ഞ പോലെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. അത് നമ്മുടെ ഗസ്റ്റിൻ്റെ കയ്യിലേക്ക് പോയി അവരും കൂടി ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഇത് വഷളാവും, നമ്മുടെ കയ്യിൽ നിൽക്കില്ല പിന്നെ. പക്ഷേ ആദ്യത്തെ അടി കിട്ടണത് നമ്മൾക്കായിരിക്കും. അത് എല്ലാ ഡ്രൈവർമാരും മനസ്സിലാക്കുക. ഞാൻ ഏകദേശം ഒരു 14 വർഷത്തോളമായി ടൂറിസ്റ്റ് ഫീൽഡിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിദേശികളെയും നമ്മളുടെ നോർത്ത് ഇന്ത്യൻസിനെയും മലയാളികളെയുമായിട്ട് ഒത്തിരി തവണ സന്ദർശിച്ച് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷനും മൂന്നാറൊക്കെ. അപ്പോൾ എനിക്കിതുവരെ ഒരു ബാഡായിട്ടൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഉണ്ടാക്കാൻ നമ്മളൊരു അവസരം കൊടുത്തിട്ടില്ല. നമ്മളൊരവസരം കൊടുത്താൽ മാത്രമേ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോസ് ചെയ്യുന്നവർ എനിക്ക് പറയാനുള്ളത്,
ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യരുത്. കാരണം മൂന്നാർ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? ആ ഒരു മേഖല നിങ്ങളുടെ ഒരു വീഡിയോ മൂലം തകർക്കപ്പെടരുത്. മൂന്നാർ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്ന് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോരാനുള്ള മനസ്സോടുകൂടിയാണ് മൂന്നാർ വന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ മൂന്നാർ കണ്ട് ആസ്വദിച്ചിട്ട് വരാം. പിന്നെ ഈ തിരക്ക് ദിവസങ്ങളിൽ കൂടുതലും ഈ അവധി ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് തന്നെ വരണം. അല്ലെങ്കിൽ മൂന്നാറിലേക്ക് ഒരു ഡയറക്ഷൻ അല്ലാണ്ട് പല ഡയറക്ഷനിൽ പോയാൽ പല പല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട്. അങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യാം. നമ്മളുടെ ഗ്യാപ്പ് റോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം മൂന്നാറിൻ്റെ നല്ല വ്യൂസ് എല്ലാം കിട്ടും.